എല്ലാവരും ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. അല്ലടാ, എന്ത് സംഭവം? ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പായസം കൊണ്ടുപോകുന്നു. എല്ലാവരും ഇങ്ങോട്ട് പായസം കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. കണ്ണൻ ഏറ്റവും ഇഷ്ടം പാൽപ്പായസം തന്നെയാണ്, കദളിപ്പഴമാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അമ്പലത്തിലേക്ക് അങ്ങോട്ട് പാൽപ്പായസം കൊണ്ടുപോകാൻ പറ്റുക? ഇപ്പൊ നമ്മൾ തുലാഭാരമൊക്കെ നടത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര, പഴം, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോവാം. പക്ഷെ ഇതൊന്നും ആ അമ്പലത്തിൽ നിവേദ്യമായിട്ടൊന്നും ഉപയോഗിക്കില്ല. എന്താണ് ഈ ജസ്ന സലീമി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയുള്ള ഭക്തന്മാരെ ഒക്കെ പരിഹസിക്കുകയാണോ നിങ്ങൾ? റീച്ചിന് വേണ്ടിയിട്ട്, ആ ഒരു വരയ്ക്കുന്ന ചിത്രങ്ങൾ വിൽപ്പന നടത്തി പോവാൻ വേണ്ടിയിട്ട് ഇമാതിരി ഊളത്തരൊന്നും കാണിക്കലടേ. വിശ്വാസികളായ ആളുകൾക്ക് ശരിക്കും ഇതൊരു അപമാനകരമായിട്ടുള്ള നിമിഷമാണെന്നുള്ളതാണ്. ഇവരൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഹൈന്ദവരുണ്ടോ? മുസൽമാന്മാരാരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവര് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തിനെ ആരാധിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഓൾറെഡി തട്ടമൊക്കെ തലയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് അതല്ല ഞാനെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് തട്ടം ഇട്ടിട്ട് അങ്ങോട്ട് പോകണം വെച്ചാൽ റീച്ച് ആയിരുന്നേ. പക്ഷേ ഹൈക്കോടതി ഇവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോരുന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് കാണാം. എല്ലാവരും ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാതെയാണ് ഇപ്പൊ ഈ ഡയലോഗ് അടിച്ചിട്ടുള്ളത്. കണ്ണന് നമ്മൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. കണ്ണന് ഏറ്റവും ഇഷ്ടം പായസമാണെന്നാണ്. കണ്ണന് ഏറ്റവും ഇഷ്ടം പാൽപ്പായസമാണ്. ഇനി അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് എന്ത് പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. റീച്ചിന് വേണ്ടി എന്തിനാണ് എൻ്റെ ജസ്ന സലീമെ ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വിശ്വാസികളായ ഏതെങ്കിലും ഒരു വ്യക്തി ഈ വീട്ടിൽ നിന്നും പായസം ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവിടെ പൂജ നടത്തുന്ന നമ്പൂതിരിമാര് ആരെങ്കിലും വീട്ടിൽ നിന്നുണ്ടാക്കിയ പായസം അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാറില്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഒന്നും അറിയാതെ ഊളത്തരം. ഞാൻ കാണിച്ചുതരാം എന്ത് പായസമാണ് ഇവർ പറയുന്നുണ്ട്. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം ഇത് എന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. എന്തായാലും മക്കൾക്ക് പായസം ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞത്? ആ മക്കൾക്ക് ആ പായസം കൊടുക്കായിരുന്നു നല്ലത് കേട്ടോ. ചെറുപയർ പായസം ഗുരുവായൂർ അമ്പലത്തിലേക്ക്. കൊള്ളാം, കൊള്ളാം. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രേ. കണ്ണന് പായസം ഭയങ്കര ഇഷ്ടാന്നുള്ളത്. ചെറുപയർ പായസമായിട്ടാണ് എന്നിട്ട് അങ്ങോട്ട് ചെന്നത്. ഇനി ഇതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇതാണ് ആൾ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് വീണ്ടും ചർച്ചയാവണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ഇവർക്ക് കാശാക്കണം. ഇത്രേ ആഗ്രഹമുള്ളൂ. എനിക്ക് മുഴുവനായിട്ടൊന്ന് കാണുന്നിട്ട് ബാക്കി പറയാം. എല്ലാവരും ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ആ നടക്കൽ വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. ഇങ്ങനെ നടക്കൽ വെച്ച് പോരാൻ പറ്റുമോ? ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിരമായി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്പലത്തിലെ ദേവസ്വം ബോർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അമ്പലത്തിലെ നടയിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ടാക്കാൻ പറ്റും? ഗുരുവായൂർ അമ്പലത്തിൽ പ്ലാസ്റ്റിക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിവേദ്യമൊക്കെ നൽകുന്നത് അത്തരം പാത്രങ്ങളിലല്ല. അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാ ചെറുപയർ പായസം ഉണ്ടാക്കിയിട്ട്, കണ്ണന് ഇഷ്ടം പാൽ പായസം, പക്ഷെ ചെറുപയർ ഉണ്ടാക്കിയിട്ട് കലക്കി
അതുകൊണ്ട് ഞാൻ ആ പാത്രത്തിന്റെ മുകളിൽ എന്തോ കണ്ടു, അതാണ് ഞാൻ നോക്കിയിരുന്നത്. പാത്രത്തിന്റെ മുകളിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, അതെന്തോന്ന് എഴുതലോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും കൊള്ളാം. നടയിൽ വെച്ച് ഞാൻ അങ്ങ് പോരും. ബാക്കി ബാക്കി. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എന്റെ കണ്ണനും. എൻ്റെ പൊന്നു, അതുപോലെ തന്നെയാണല്ലോ എൻ്റെ കണ്ണനും. എൻ്റെ പൊന്നു ജസ്ന സലീമെ, കൃത്യമായിട്ട് നൊയമ്പ് നോറ്റ് കണ്ണനെ കാണാൻ പോകുന്ന ആളുകളുണ്ട്. ഒന്ന് കാണാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ദൂരെയുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും കഴിയാത്തൊരു കാര്യം നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. എന്താ അറിയോ? അങ്ങ് കയറി ചെല്ലാൻ കഴിയുക. ആ കയറി ചെല്ലാൻ കഴിയുന്നത് ഈ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് അനാവശ്യമായിട്ട് അവരിൽ നിന്ന് തെറി അല്ലെങ്കിൽ പ്രാക്ക് വാങ്ങാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചോളൂ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മതസ്ഥരും വന്നു പോയിരുന്ന ഒരു സ്ഥലം. നിങ്ങളൊരൊറ്റ ആള് കാരണം വിശ്വാസികളായ ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഒരു വീഡിയോ എടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാനോ കഴിയാത്ത രീതിയിലാക്കിയില്ലേ? എന്നിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെയാണ്. മക്കൾക്ക് ആ പായസം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ മക്കൾക്ക് അത് കൊടുക്കൂ. എന്തിനാണ് ഈ ഒരു പ്രഹസനം കാണിക്കുന്നത് എന്നുള്ളതാ. എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. കറക്റ്റ് പിടിക്ക് വീഡിയോ, കറക്റ്റ് പിടിക്ക് റീലിഡ്, കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക, ഇതാണല്ലോ ലക്ഷ്യം. ഈ വീഡിയോ ഞാൻ ഇവിടെ റിയാക്ട് ചെയ്യാനുള്ള കാരണം അത് മറ്റൊന്നാണ്. ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ഒരു പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവ് ഇട്ടിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അവർ ആ വീഡിയോ ഇട്ടു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇവർക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അകത്ത് കയറുന്നത് ചിത്രീകരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് അതിന്റെ പകുതി വരെ വരുന്നതേ എടുത്തിട്ടുള്ളൂ. ഇവർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സമ്മതമായ എൻ്റെ പൊന്നെ, വെറുപ്പിക്കുന്നടാ, വെറുപ്പിക്കുന്നത്. ദേവസ്വം ബോർഡിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിലവിൽ അവിടെ ഇവരെ കയറ്റാൻ പാടില്ല എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളൊരു ബോർഡ് പോലും ചർച്ച ചെയ്യപ്പെട്ടത് ഈ ജസ്ന സലീം അവിടെ വന്നതിന് ശേഷം എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് കണ്ട സ്ഥിതിക്ക് ഒന്ന് പരാതി കൊടുക്കണം കേട്ടോ. വിശ്വാസികളായ ആളുകൾക്ക് അതൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് പറയാ. മഴയത്ത് ഒരു കാര്യം പറഞ്ഞേക്കാം. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും കേരളത്തിൽ ഒരു പ്രശ്നമില്ല. തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യവും. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന് വേണ്ടി മാത്രമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ആരാണ് ഈ പ്രോബ്ലംസിലേക്ക് കൊണ്ടുവന്നത്? ജസ്ന സലീമിനെ പോലെയുള്ള ആളുകളാണെന്നുള്ളതാണ്. അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഇത് ആളുകളെ കാണിക്കാതെ പോയി ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ അതല്ല ചെയ്യുക. നിരന്തരമായി റീൽസ് ചിത്രീകരിക്കുന്നു. അവരുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വേറെ എത്ര ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുമല്ലേ? ചെയ്യുന്നില്ല. അതേപോലെ ആളുകൾ വെല്ലുവിളിക്കുന്നു ലൈവായിട്ട് ചിത്രം വരയ്ക്കാം. അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള ആംഗിൾസിലുള്ള കണ്ണിന് ചിത്രം വരയ്ക്കാം. ഒന്നോ രണ്ടോ ആംഗിൾ മാത്രമാണ്. കാലങ്ങളായിട്ട് ഒരു ആംഗിൾ തന്നെയാണ് അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രേസ് ചെയ്ത പേപ്പർ ഒരു ഗ്ലാസിന്റെ മുകളിലേക്ക് ഒപ്പുന്നു, അതിന്റെ മുകളിലൂടെ ഗ്ലാസ് പെയിന്റ് അടിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഇതൊരു മഹാ കഴിവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്കറിയാം നന്നായി ചിത്രം വരയ്ക്കാൻ, ഞാൻ ചിത്രം വരയ്ക്കാറുമുണ്ട്. പക്ഷെ ഇത് ട്രേസിങ് ആണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കഴിഞ്ഞില്ല. ഇനി അമ്പലത്തിന്റെ അവിടെ ചുറ്റിപ്പറ്റി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. വെള്ളപ്പൊക്കം കാണാൻ വന്ന യജ്ജാതിമായ വെള്ളം, ഫുള്ള് വെള്ളം. അയ്യോ, കൊടയൊക്കെ പറന്നു പോയി. അമ്മാതിരി ആളല്ലേ വന്നിട്ടുള്ളത്. വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കുകയോ? അമ്മാതിരി പ്രഹസനല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്പലനടയിൽ അത് വെച്ച് തിരിച്ചു വരുന്ന വരവാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? സ്വന്തം ശരീരത്തിൽ വൃത്തിയും വെടുപ്പും വേണമെന്നാണ് നമ്മൾ പറയാറ്. അമ്പലത്തിൽ പോകുമ്പോൾ ദേഹശുദ്ധി, മനസ്സ് ശുദ്ധി ഒക്കെ വേണം. എന്നാലാണ് പോയ കാര്യം സാധിക്കുകയുള്ളൂ. അതിനിപ്പോൾ അമ്പലത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിലും പള്ളിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലും വുളുവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ശരീരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ മനസ്സിനുള്ള ശുദ്ധി പ്രാർത്ഥനയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇവരുടെ ശരീരത്തിൽ കഴുത്തിൻ്റെ അടുത്തൂടെ ഒരു കോക്രോച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വെച്ചുതരാം. കണ്ടോ? കണ്ടില്ലേ? ആ മുടിയുടെ സൈഡിലൂടെ ഒരു കൂറ അല്ലെങ്കിൽ ഒരു പാറ്റ ഇറങ്ങി വരുന്ന നോക്കിയേ. അമ്മോ, ഇവരാണ്
ഈ ഒരു അമ്പലത്തിലേക്ക് ഈ സാധനം കൊണ്ടുപോയിട്ടുള്ളത്. അതായത് കണ്ണനിഷ്ടം പാൽപ്പായസം, ഇവർ കൊണ്ടു കൊടുത്തിട്ടുള്ളത് ചെറുപയർ പായസം. എന്നിട്ടോ നടയിൽ വെച്ച് വന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അതവിടെ വെച്ചിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെ വെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ദേവസ്വം ബോർഡ് ഇടപെടൽ നടത്തണം കേട്ടോ. ഇവരുടെ ഹൈക്കോടതി അങ്ങോട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, റീൽസ് ചിത്രീകരിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വഴിയിൽ വെച്ച് ചിത്രീകരിച്ചതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് എടുത്തതാണെന്നൊക്കെ പറയുമായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇവിടെയുള്ള ഭക്തജനങ്ങളോടാണ് പറയാനുള്ളത്, ദേവസ്വം ബോർഡ് ജീവനക്കാരോടാണ് പറയാനുള്ളത്, നമ്മുടെ വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രൈസ്തവനെന്നോ ഒരു തരത്തിലുള്ള വേർതിരിവോ ആരോടും ഇല്ല. ഞാൻ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലൊക്കെ പോയ ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. എങ്ങനെയാണ് പോകുന്നത്? അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ മതം പറയുന്ന രീതിയിലാണ് പോകുന്നത്. പള്ളിയിൽ കയറുമ്പോൾ ഒളു എടുത്തിട്ടുണ്ട്, വൃത്തിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് ദേഹവും മനസ്സും ശുദ്ധീകരിച്ചു കൊണ്ടാണ് പോകുന്നത്. ചർച്ചിൽ പോകുമ്പോഴും നമ്മൾ ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകേണ്ടത്. ഇവിടെ എല്ലായിടത്തും കോമൺ ആയി വരേണ്ടത് ഒന്നുണ്ട്, മനസ്സിനും ശുദ്ധി വേണം, ശരീരത്തിനും ശുദ്ധി വേണം. ഈ രണ്ടുമില്ലാതെ ഈ ദേവാലയങ്ങളിൽ ഒന്നും കയറാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ശരീരത്തിൽ ഒരു പാറ്റയൊക്കെ പോകുന്നു, അതും ആ ദൈവത്തിന് പ്രിയമായിട്ടുള്ള ഒരു സംഭവമല്ല കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ ഇനി ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും, ഈ ജസ്ന ചെയ്തതിൽ തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന് നിവേദ്യം വെക്കാൻ വീട്ടിൽ നിന്ന് പായസം തയ്യാറാക്കി കൊണ്ടുപോകാൻ അനുവാദമില്ല. ക്ഷേത്രത്തിലെ ആചാരങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് നിവേദിക്കാറില്ല. അടുത്തത് ക്ഷേത്രത്തിലെ നിയമങ്ങൾ. ക്ഷേത്രത്തിനുള്ളിലെ പാചകം. ഭഗവാനുള്ള നേദ്യങ്ങൾ, പാൽപ്പായസം, നെയ്പായസം തുടങ്ങിയവ കടുത്ത വൃദ്ധശുദ്ധിയോടെ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ, അതായത് അമ്പലത്തിലെ അടുക്കളയിൽ മാത്രമേ തയ്യാറാക്കുകയുള്ളൂ. കൗണ്ടർ വഴിപാടുകൾ കൂടി പറയാം. നിങ്ങൾക്ക് പായസം വഴിപാടായി കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഒഫീഷ്യൽ പോർട്ടൽ വഴി ഓൺലൈനായോ പണമടച്ച് രസീത് വാങ്ങേണ്ടതാണ്. അടുത്തത് പ്രസാദ വിതരണം. വഴിപാട് കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പായസം മാത്രമേ പ്രസാദമായി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസാദം ടിന്നുകളിലാണ് കൊടുക്കുന്നത്. കേട്ടില്ലേ? അപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ, അതും പാൽപ്പായസം പോലും അല്ല, അതവിടെ കൊണ്ടുപോയി തിരിച്ചു വരുന്നത്. വൃത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി മറ്റൊരു കാര്യം, തുലാഭാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തുലാഭാരം വഴിപാടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനായി ശർക്കരയോ കൽക്കണ്ടമോ മറ്റ് സാധനങ്ങളോ വീട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. എന്നാൽ ഇവയും നേരിട്ട് നേദ്യം വെക്കാൻ ഉപയോഗിക്കാറുമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതൊക്കെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് കമൻറ്റുകൾ കൂടി വായിച്ചാലേ ഇതൊരു ഫിനിഷിങ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. കുറേ തെറി കമൻറ്റ് ഉണ്ട്, അതൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. ജസ്ന സലീം, നീ ഉണ്ടാക്കിയ പായസം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാം, അമ്പലത്തിൽ കയറ്റില്ല. കാരണം വെളിയിൽ നിന്നുള്ള പായസം അമ്പലത്തിൽ നേദിക്കാറില്ല. പിന്നെ നീ ഒരു ഹിന്ദു അല്ലാത്തതിനാൽ അമ്പലത്തിൽ പോകുവാനും പാടില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പൂജാരിമാർ ഉണ്ടാക്കിയ പായസം മാത്രമേ നേദിക്കാറുള്ളൂ. അവിടെ പോകുന്നത് നിനക്കും നല്ലതല്ല, പിന്നെ അമ്പലത്തിനും നല്ലതല്ല. ഒരുപാട് ആളുകൾ, ഇതര മതസ്ഥരൊക്കെ കയറുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പലം. അതേപോലെ പള്ളിയിലും ഏത് മതത്തിലുള്ള ആളുകൾക്കും കയറാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് അവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളൂ. ജസ്ന സലീം അവിടെ നിരന്തരമായിട്ട് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടില്ല ഇതൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഒന്നും അറിയാത്ത മുസൽമാന്മാരുടെ നെഞ്ചത്ത് പോലും ഇപ്പോൾ കയറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലേ. അവർക്ക് ആർക്കും ഒന്നും അറിയില്ല, അവരൊന്നും ഈ ഒരു കാര്യത്തിൽ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ജസ്ന കാരണം കൊണ്ട് ഒരുപാട് മുസൽമാന്മാർ തെറിയേക്കുന്നു. കൊള്ളാം. പുറത്തുനിന്ന് ഒരു സാധനവും ഭഗവാൻ നേരിട്ട് നേദിക്കില്ല. ഭഗവാൻ മേൽശാന്തി നേരിട്ടേ എല്ലാം ചെയ്യാറുള്ളൂ. അത് അവർ ഉപയോഗിക്കാറില്ല, പുറത്തുനിന്നൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടി ഭക്തർ പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനവും അവിടെ എടുക്കാറില്ല. പൂവായാലും പഴങ്ങളായാലും പച്ചക്കറികളായാലും മറ്റ് സാധനങ്ങളായാലും വെറുതെ മുന്നിൽ വെക്കാമെന്നല്ലാതെ അത് ഗുരുവായൂരപ്പന് വേണ്ടി ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാനും പാടില്ല. ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവിടെ തനിയെ തയ്യാറാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറമെ ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്. എന്തായാലും കൊള്ളാം. എടി ഡാഷ് മോളെ, നീ വീണ്ടും ഗുരുവായൂരിലേക്ക് നിന്റെ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയോ? ഇപ്പൊ എവിടുന്നും പണം കിട്ടുന്നില്ലേ? അടുത്തത് പായസവുമായി ഇറങ്ങുന്നത് നീ നിന്റെ മതത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് വാ, അല്ലാതെ കോടാലി കൊണ്ട് കീറിയ വായ തുറക്കല്ലേ. എന്റെ പൊന്നെ, എന്തൊക്കെയാണത്? ശരിക്കും ഈ സ്ത്രീ ഹിന്ദുമത വിശ്വാസികളെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത് പായസം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതിലൂടെ? ജസ്ന സലീമെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വഴിവെക്കരുത്, ആളുകളെ ഉപദ്രവിക്കരുത്.
ആളുകൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്, ഭക്തർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കട്ടെ. ഇത് റീലായി ചിത്രീകരിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിലൊക്കെ നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്തൊക്കെ തട്ടിപ്പാണ് ഈ സ്ത്രീ നടത്തുന്നത്? നല്ല ഡ്രാമ. അഹിന്ദുക്കളെ ഗുരുവായൂരിൽ കയറ്റില്ല. പിന്നെ അല്ലേ അശുദ്ധിയുള്ള പായസം കൊണ്ടുപോയി വഴിയരികിൽ വിശക്കുന്നവർക്ക് കൊണ്ടു കൊടുക്ക്. അതെ, വഴിയരികിൽ വിശക്കുന്നവർക്ക് വേണമെങ്കിൽ കൊണ്ടു കൊടുക്ക്. കുട്ടികൾക്ക് ഈ ഫുഡ് ഇഷ്ടമാണെന്നല്ലേ പറയുന്നത്, അവർക്ക് കൊടുക്കുക. വെറുതെ ഈ ഒരു ഫുഡ് നശിപ്പിച്ച് കളയുന്നതിനാണെന്ന് ചോദിക്കുന്നത്. അങ്ങോട്ട് ചെന്നാൽ അത് എടുക്കില്ല, അത് സ്വീകരിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കണം. കണ്ണന് പാൽപ്പായസം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നീ വേണ്ടാത്ത വഴിപാടുകൾ ചെയ്യേണ്ട. കുറച്ച് കൂടുന്നുണ്ട്, അധികം ആർഭാടം വേണ്ട കേട്ടോ. ഇതിനൊക്കെ അമ്പലത്തിൽ കയറ്റുന്ന കമ്മിറ്റിക്കാരെ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു മതത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് രണ്ട് വെള്ളത്തിൽ കാല് വെച്ചുള്ള പോക്ക. രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് പോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇസ്ലാം മത വിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇസ്ലാം മതത്തിലുള്ള ആളുകളെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുറ്റം പറയാതിരിക്കുക. ഇവരത് ഫോളോ ചെയ്യുന്ന ആളല്ലടോ. ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ലാസ്റ്റ് ഒരു പാറ്റ വന്നിരുന്നു. ഓഹോ, ഞാനത് കാണിച്ചിരുന്നു കേട്ടോ. ഇവളുടെ പിന്നാമ്പുറം ശരിയായി അന്വേഷണം വേണം. ഇവൾ ഗുരുവായൂരപ്പന്റെ പേരും പറഞ്ഞ് റീൽസിന് വേണ്ടി യഥാർത്ഥ ഭക്തരെ കബളിപ്പിക്കുകയാണ് എന്നാ തോന്നുന്നത്. ഇവൾക്ക് അമ്പലത്തിലെ ഐതിഹ്യത്തെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അത് കറക്റ്റാ, എല്ലാം അറിയാം. അവിടുന്ന് കേട്ടു ഇവിടുന്ന് കേട്ടു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വിഡ്ഢിത്തരാന്നുള്ളതാണ്. കണ്ണന് പാൽപ്പായസമാണ് ഇഷ്ടം, അല്ലാതെ ചെറുപയർ പായസമല്ല. ഗുരുവായൂരപ്പനെ വിറ്റ് നിറയെ പണം ഉണ്ടാക്കിയല്ലോ നീ. നല്ല ചതയും വെച്ച് ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിന്റെ കൂതറ പരിപാടി. ഇവർക്ക് ഹൈക്കോടതി ഉത്തരവുള്ളതല്ല. ഹൈക്കോടതി ഉത്തരവുള്ളതാണ്, എന്നിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ചില ആളുകളുടെ മലയാളം കൂട്ടി വായിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ചില ആളുകളുടെ മലയാളമൊക്കെ പ്രശ്നമാണ്. ഇനി ഒരുപാട് കമന്റ് ഉണ്ട്, തെറി കമന്റുകളൊക്കെ ഉണ്ട്. ഒരു പോസിറ്റീവ് കമന്റ് പോലും ജസ്ന സലീം ഈ ഒരു പ്രവൃത്തി ചെയ്തതിനില്ല എന്നുള്ളതാണേ. ഫേക്ക് ഐ ഡി വെച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ ബാക്കി ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഹിന്ദു വിശ്വാസികൾക്കും ഇസ്ലാം മത വിശ്വാസികൾക്കും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ജസ്ന സലീമെ നിങ്ങൾ ഇനിയും പ്രവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, അതായത് കണ്ണനെ വരയ്ക്കുന്നു, ബിസിനസ്സാണ് നിങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ ഭക്തജനങ്ങളെ പറ്റിക്കരുത്, അത്ര എനിക്ക് പറയുന്നുള്ളൂ. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ആളുകൾ ചിത്രങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഇത്തരം വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്നും മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ഇത്തരം ഫോട്ടോസ്, ഇവർ വരയ്ക്കുന്ന ഫോട്ടോസ്, ചിത്രങ്ങൾ വിറ്റ് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേവസ്വം ബോർഡിന് ഇതിൽ ഇടപെടൽ നടത്താൻ കഴിയുന്ന വിഷയമാണ്, കോടതിക്ക് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു വിഷയമാണ്. പക്ഷെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. എന്തായാലും ഇവർ കയറി ഇറങ്ങിയ സമയത്ത് ആകെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ കണ്ണന് പോലും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, അവരെ കളിയാക്കുന്ന പരിപാടി ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് റപ്പാൾ സൈനിങ് ഓഫ്.